അശ്വിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കറി. വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ കറി. അപ്പോൾ ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനാവശ്യമായത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1 കിലോ ചെമ്മീനാണിത്. പിന്നെ സവാള ഒരെണ്ണം ചെറുത്, പിന്നെ 1 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, ചെറിയ 4 കുടപ്പുളി, ഉപ്പ് 2 സ്പൂണ് ഈ സ്പൂണിൽ, പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കിയതാണ്. 2 സ്പൂണ് മല്ലിപ്പൊടിയും 2 സ്പൂണ് മുളക് പൊടിയും. ഇത് 1.5 തേങ്ങയുടെ 1-ാം പാല് 2-ാം പാല്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ചേരുവകളൊക്കെ ചേർക്കാം. ഉപ്പ് ചേർക്കാം ആദ്യം. മല്ലിപ്പൊടി മുളക് പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണ്. പിന്നെ സവോള ഇടുക, കറിവേപ്പില, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. മുളക് പൊടിയൊക്കെ കുറവാന്ന് തോന്നണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഒരു കളറിന് വേണ്ടി നമുക്ക് 1/2 സ്പൂണ് കാശ്മീരി മുളക് ഇടാം. ഇനി നമുക്ക് ഇതിൽ 2-ാം പാൽ ഒഴിക്കാം. പിന്നെ നമുക്ക് അടുപ്പത്ത് ഒഴിക്കാം. ഇപ്പം തിളച്ച് വരുന്നവരൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും വേണ്ട, ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ചെമ്മീൻ നന്നാക്കാൻ അറിയാത്തവർക്ക് ചെമ്മീനെ നന്നാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തല ഇങ്ങനെ ഒടിക്കുക, അടിയിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കുക, അടിവശത്തുനിന്ന്. ഇത് വാലും ഇങ്ങനെ വലിച്ചെടുത്തിട്ട് മുകളിലൊരു ഇതുണ്ട്, ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. അതും കൂടി കളയണം. ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറുതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് കുറുതാകുമ്പോൾ നമുക്ക് ഇറക്കി വെച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് 1-ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.